ഡൽഹിയിലെ ഒരു ചെറിയ മുറിയിലെ ചുമരിൽ വരച്ച വിക്കറ്റിൽ തുടങ്ങി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഒരു മലയാളിയുടെ കഥ. ആ കളിക്കാരന്റെ ചുമരിലേറി ഇന്ത്യ ലോകകപ്പ് നേടിയ കഥ. എന്നാൽ ആ കഥയിലെ യഥാർത്ഥ ഹീറോ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് തീരദേശ ഗ്രാമമായ പുല്ലുവിളയിൽ ജനിച്ച ഒരു സാംസൺ വിശ്വനാഥനാണ്. ധ്രുവ് പാണ്ഡോവ് ട്രോഫിക്കുള്ള ഡൽഹി അണ്ടർ 13 ടീമിൽ സ്വന്തം മകൻ എത്താതിരുന്നപ്പോൾ ഡൽഹി പോലീസ് സേനയിൽ നിന്നും സ്വമേധയാ വിരമിച്ച ഒരു കോൺസ്റ്റബിൾ ദിവസത്തിലെ 24 മണിക്കൂർ വരെ തന്റെ മകന് പരിശീലനം കൊടുത്ത് അവനെ ഇന്ത്യൻ ടീമിൽ വരെ എത്തിച്ച ഒരച്ഛൻ. ആ അച്ഛന്റെ പേരിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്ററുണ്ട്, സാംസൺ. അതെ, ആ ജേഴ്സിയിൽ പോലും ആ അച്ഛന്റെ പേര് മാത്രം വന്നത് ദൈവനിയോഗമാണ്. അവിടെ സഞ്ജുവില്ല, സാംസണേയുള്ളൂ. അതിൽ ആ മകനാണ് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. എന്നാൽ ആ അച്ഛനായ മനുഷ്യനെ വരെ ആക്ഷേപിക്കാൻ അത്ര യോഗ്യതയുള്ളവർ ഈ നാട്ടിലുണ്ട്. അവർ മലയാളികളാണ്, എല്ലാം തികഞ്ഞവന്മാർ. അവർ ഇതൊന്ന് കേൾക്കണം. ശരിയാ, സഞ്ജുവിന്റെ അച്ഛൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത്ര അടുക്കും ചിട്ടയും ഉണ്ടായെന്ന് വരില്ല. അദ്ദേഹം എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ്. കാരണം അയാൾ ഒരു സാധാരണക്കാരനാണ്, ഒരു തനി തിരുവനന്തപുരത്തുകാരൻ. അയാൾ എന്തറിഞ്ഞിട്ടെ ക്രിക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു കൂവുന്നെന്ന് പറയുന്നവരോട് ആദ്യം തന്നെ പറയട്ടെ, ആ മനുഷ്യന് ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്നത് പോലെ നിനക്കൊന്നും ഒരു ചുക്കും അറിയത്തില്ല. അയാളുടെ ഉള്ളിൽ കിടന്നൊരു തീയുണ്ടായിരുന്നു, ഒരു തീരുമാനമുണ്ടായിരുന്നു, ഒരു വികാരമുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഇന്ത്യ അഭിമാനിക്കുന്ന സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ. ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്ന ആ അച്ഛൻ രാത്രി മുഴുവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഉറങ്ങാൻ പോലും നിൽക്കാതെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി അവരോടൊപ്പം ഇറങ്ങുമായിരുന്നു. 100 സ്ക്വയർ ഫീറ്റ് പോലും തികച്ചില്ലാത്ത മുറികൾ അവർക്ക് വലിയ ഗ്രൗണ്ടുകളായിരുന്നു. ബോൾ എറിഞ്ഞു കൊടുത്തു. അവിടെ നിന്നാണ് ആ 5 വയസ്സ് മാത്രം പ്രായമുള്ള സഞ്ജു ആദ്യമായി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. ആ മകൻ ഇന്ന് അഭിമാനത്തോടെ പറയുന്നു, ഇത്രമേൽ ബുദ്ധിമുട്ടിയ, തങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിയ അച്ഛനും അമ്മയും തന്ന പാഠങ്ങളാണ് എന്നെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിച്ചത്. സഞ്ജു സാംസൺ എന്ന പേരുച്ചരിക്കുമ്പോൾ ഇനി ആ ഡൽഹിയിലെ കുഞ്ഞു മുറിയിലെ ചുമരിൽ വരച്ച വിക്കറ്റ് ഓർക്കണം. ഉറങ്ങാത്ത ആ അച്ഛനെ ഓർക്കണം. അവിടെയാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അല്ലാതെ ആ അച്ഛനെ ആക്ഷേപിച്ചും കളിയാക്കിയും കമന്റ് ഇടുന്നവരുടെ അഭിപ്രായങ്ങൾക്ക് പിറകെ പോകരുത്. അവർ ഈ കളിക്കളത്തിൽ വെറും കോമാളികൾ മാത്രം. ഓർക്കുക, കപ്പ് ഒരാൾ ഉയർത്തിയേക്കാം, പക്ഷെ അതിന്റെ ഭാരം ഒരു കുടുംബം ഒരുമിച്ച് ചുമന്നതാണ്. ഡൽഹി പോലീസിലെ ആ പഴയ കോൺസ്റ്റബിൾ സാംസൺ വിശ്വനാഥൻ, അങ്ങേക്ക് മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട്.